നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു നിങ്ങളെക്കുറിച്ച് എന്നറിഞ്ഞാലോ? കാർഡ്സ് ഷഫിൾഡാണ് കേട്ടോ. കിങ് ഓഫ് കപ്സ്, ആഹാ. 8 ഓഫ് wands, വാവ്. ദ ഫൂൾ, വെരി നൈസ്. 9 ഓഫ് കപ്സ്, വെരി ഗുഡ്. 2 ഓഫ് പെൻഡക്കിൾസ്, നോട്ട് സോ ഗുഡ്. ദ സ്റ്റാർ, ഗുഡ്. മജീഷ്യൻ, ഗുഡ്. 4 ഓഫ് wands, എൻ്റെ ദൈവമേ. നൈറ്റ് ഓഫ് കപ്സ്, എന്ത് പറ്റി? ഇന്നലെ രാത്രി സൂപ്പർ റൊമാൻറ്റിക് ആയിരുന്നല്ലോ നിങ്ങളുടെ പേഴ്സൺ. 2 ഓഫ് പെൻഡക്കിൾസ് മാത്രമാണ് ഒരു കിങ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളെപ്പറ്റി ഒരുപാട് സ്നേഹത്തോടെ തന്നെ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. 8 ഓഫ് wands വെച്ച് നിങ്ങൾക്കൊരു സ്പീഡി കമ്മ്യൂണിക്കേഷൻ തരുന്നതിനെ പറ്റി, നിങ്ങളെ വന്ന് കാണുന്നതിനെ പറ്റി, നിങ്ങളോട് സംസാരിക്കുന്നതിനെ പറ്റി അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഫൂള് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് തരം റിസ്ക് ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് തന്നെ എന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. 9 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ക്ലാരിഫൈ 2 ഓഫ് പെൻഡക്കിൾസ്, ക്ലാരിഫൈ 2 ഓഫ് പെൻഡക്കിൾസ്. എന്ത് കൺഫ്യൂഷനാണ് അവിടെ ഉണ്ടായിരുന്നത് ഡിവൈൻ? ഒരു ഡേ ഡ്രീമിങ് എനർജി ആയിരുന്നു, അതുകൊണ്ടുള്ളൊരു കൺഫ്യൂഷനാണ് കേട്ടോ. ഒരു ഡേ ഡ്രീമിങ് ആയിരുന്നു. എന്തോ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ അത് എങ്ങനെ അവർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. എന്തോ ഒരു കൺഫ്യൂഷൻ, എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയ ഒരു കൺഫ്യൂഷനാണ് അവിടെ കാണുന്നത് കേട്ടോ. സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണെന്ന് അവർ വീണ്ടും പറയുന്നു. നിങ്ങൾ അവരുടെ ലൈഫിലെ താര സാന്നിധ്യമാണ്. നിങ്ങൾ വന്നതിന് ശേഷം അവരുടെ ലൈഫിൽ എല്ലാം നല്ലതായി മാത്രമേ നടന്നിട്ടുള്ളൂ. ആ നല്ല കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുകയായിരുന്നു. എന്തൊരു പോസിറ്റിവിറ്റിയാണ് നിങ്ങൾക്കുള്ളത് എന്നൊക്കെ അവർ ചിന്തിക്കുകയായിരുന്നു. മജീഷ്യൻ വെച്ച് നിങ്ങളുടെ ചിന്തകൾ നിർത്താൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. രാത്രി ഉറങ്ങാതെ ഓർത്തോണ്ടേ ഇരിക്കുക എന്ന് പറയില്ലേ, നിങ്ങളെപ്പറ്റി തന്നെ തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുകയാണ്. 4 ഓഫ് wands വെച്ചിട്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ 4 ആൾ കൂടുന്ന ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങൾ തമ്മിൽ കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. അവിടെ വെച്ച് നിങ്ങളോട് സംസാരിക്കുന്ന കാര്യവുമായിരിക്കും ഇവർ ചിന്തിച്ചിട്ടുണ്ടാവുക കേട്ടോ. അതിനെപ്പറ്റി ഒരു നെർവസ്നെസ് അങ്ങനെയൊക്കെ തോന്നുമല്ലോ. അല്ലെങ്കിൽ അവിടെ വെച്ച് തമ്മിൽ കാണുമ്പോൾ നിങ്ങൾക്കൊരു പ്രപ്പോസൽ തരുന്നതിനെ പറ്റിയിട്ട് അങ്ങനെയൊക്കെ അവരുടെ സ്നേഹം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പ്രപ്പോസലിനെ കുറിച്ച് ആലോചിക്കുന്നതുമാകാം. നൈറ്റ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമ്മാനവുമൊക്കെ നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രപ്പോസലിൻ്റെ സമയത്ത് ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുമല്ലോ, ഒരു ഗിഫ്റ്റ് അങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഒരു ഗിഫ്റ്റ് എന്നുള്ളത് വളരെ പ്രബലമായിട്ട് അവിടെ കാണുന്നു കേട്ടോ. ഒരേ ഒരു കാർഡ് കൂടെ എടുക്കാൻ സമയമുണ്ട്. 10 ഓഫ് കപ്സ് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരുന്നതിനെ പറ്റി, നിങ്ങളെ അവരുടെ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെ പറ്റി അവർ ഓർക്കുന്നുണ്ടായിരുന്നു.